छात्रों नमस्कार। आज हम 10वीं कक्षा का पहला पाठ पढ़ें। पाठ का नाम है बीर बहुटी। यह एक कहानी है। कहानीकार का नाम है प्रभात। कहानी का नाम है बीर बहुटी। कहानीकार का नाम है प्रभात। यह एक मित्रता से संबंधित कहानी है। ഇത് മിത്രത എന്താണ് ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. इस कहानी के प्रमुख पात्र दो छात्र हैं. ഈ കഥയിലെ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ രണ്ട് കുട്ടികളാണ്, बेला और साहिल. बेला एक लड़की है, साहिल एक लड़का है. दोनों एक ही कक्षा में पढ़ते थे. രണ്ടുപേരും എന്താണ് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. पुस्तक में देखिए, बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. बादल बहुत बरस लिए थे. बादल മേഘ അല്ലേ, മേഘങ്ങളെ ധാരാളം ബറസ് ലിയേ ഥേ. ബറസിന് എന്താണ്? പെയ്യുക അല്ലേ, മഴ ധാരാളം പെയ്തിരുന്നു. ഫിർ ബി ബഹുത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ താ. എന്നിട്ടും മേഘം കാണുമ്പോഴേ നമുക്കറിയാം ധാരാളം വെള്ളം അതിൽ ഇനിയും എന്തുണ്ട്, അവശേഷിച്ചിരിപ്പുണ്ട്. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. അവ വയലുകളുടെയും, ഖേത്ത് വയലാണ്, വയലുകളുടെയും ജംഗലോം കെ ഊപ്പർ, ജംഗൽ ഫോറസ്റ്റ് കാടിന് മുകളിലും വ്യാപിച്ചിരുന്നു. ഛായേ ഹുയേ ഥേ. സാരാ ആകാശ് മേഘോം സേ ഭരാ ഥാ. സാര ആകാശ് അല്ലെ, ആകാശം മുഴുവനും എന്താണ്, മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മേഘോं की छायाओं में गीली हवाएं इधर उधर घूम रही थी. ഇനി മേഘങ്ങളുടെ തണലിലെ ഗീലി ഹവ എന്താണ്, നനഞ്ഞ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇധർ ഉധർ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വീശിക്കൊണ്ടിരുന്നു. പേടോं के तने अभी भी गीले थे. വൃക്ഷങ്ങളുടെ തടി ഇപ്പോഴും എന്താണ്, നനഞ്ഞിട്ടുണ്ടായിരുന്നു. മുഗ്ഫലിയോं के हरे खेतों में पीले फूल अभी भी गीले थे. മുഗ്ഫലി നിലക്കടലയാണ് അല്ലേ, നട്ട്സ് നിറഞ്ഞിരിക്കുന്ന പച്ച നിറമുള്ള വയലുകളിൽ അതിൻ്റെ പൂക്കൾ, മഞ്ഞപ്പൂക്കളെ നനഞ്ഞു തന്നെ ഇരുന്നിരുന്നു. ഖേത്തോ മേ ഛോട്ടാ ഛോട്ടാ ബാജ്ര ഉഗാ ഥാ. വയലുകളിൽ ചെറിയ ചെറിയ ബാജ്ര, ചോളമാണ്, ചോളം മുളച്ചിരുന്നു. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बाजरे के പത്തെ कैसे थे, അതായത് ബാജ്രയുടെ, ചോളത്തിൻ്റെ ഇല എങ്ങനെയുള്ളതാണ്, ലംബെ പത്തലെ. ലംബെ എന്താണ്, നീളമുള്ളതാണ്, അതേപോലെ മെലിഞ്ഞതാണ് അല്ലേ. ഉസ്കി പാത്തോമേ പാനി കി ബൂന്തെ അട്ക്കി ഹുയി ഥി. അതിൻ്റെ ഇലകളിലെ അല്ലേ, വെള്ളത്തിൻ്റെ തുള്ളികളെ അടക്കിന് എന്താണ്, തങ്ങി നിന്നിരുന്നു. ബാരിസ് की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. बारिश की हवा में, അതായത് മഴയുടെ സമയത്തുള്ള ആ ഒരു കാറ്റിലെ അല്ലേ, എന്താണ്, മണ്ണിൻ്റെ മണം. മണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും അല്ലേ, ഒരു നല്ല മണ്ണിൻ്റെ മണം വ്യാപിച്ചിരുന്നു. आगे देखिए, उन्हें बीर बहुटियों से मिलना होता था. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहुटियाँ खोजा करते थे. सुर्ख मुलायम गदबदी बीर बहुटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर डंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीर बहुटियाँ खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ जाया करते थे. उन्हें बीर बहुटियों से मिलना होता था. ആർക്കാണ് ബീർ ബഹുട്ടിയെ കാണേണ്ടത്? സാഹിൽ और बेला को അല്ലേ, ബീർ ബഹുട്ടിയോ സെ മിൽന ഹോത്താ ഥാ. അവർക്ക് ആരെ കാണണമായിരുന്നു? ബീർ ബഹുട്ടിയെ കാണണമായിരുന്നു.
SOV സ്കൂൾ के लिए घर से कुछ समय पहले निकल आते थे. അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ സ്കൂളിലേക്ക് ഇറങ്ങുമായിരുന്നു. അല്ലേ? എന്തുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് നേരത്തെ സ്കൂളിലേക്ക് ഇറങ്ങുന്നത്? ഉനെ ബീർ ബഹുട്ടിയോ സെ മിൽനാ ഹോത്താ ഥാ. അവർക്ക് എന്തിനെ കാണണമായിരുന്നു? ബീർ ബഹുട്ടിയെ കാണണമായിരുന്നു. कस्बे से सटे इन खेतों में बीर बहुटियाँ खोजा करते थे. कस्बे से सटे, കസ്ബ ടൗണാണ്. ടൗണിനോട് സട്ടെ ചേർന്ന് നിൽക്കുന്ന വയലുകളിലെ ഖേത്തോമേ വയലുകളിലെ ബീർ ബഹുട്ടിയാം ഖോജാ കർത്തേ ഥേ. ബീർ ബഹുട്ടിയെ അന്വേഷിക്കണമായിരുന്നു. ബീർ ബഹുട്ടി ക്യാ ഹേ? बीर बहुटी एक छोटा सा प्राणी होता है, एक छोटा सा जीव होता है. इसे बारिश में मात्र दिखाई देता है. അല്ലെ, മഴക്കാലത്ത് മാത്രം കാണുന്ന ഒരു ചെറിയൊരു ജീവിയാണെന്ത്? ബീർ ബഹുട്ടി. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇതിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതിനെ കാണാറേയില്ല. നിങ്ങളതിനെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. സുർഖ്, മുലായം, ഗദ്ബദി, ബീർ ബഹുട്ടിയാം. ബീർ ബഹുട്ടിയാം കൈസെ ഹോത്തെ ഹേ? സുർഖ് ഹേ. സുർഖ് രക്തവർണ്ണാണ്, ചുവപ്പ് നിറമുള്ളതാണ് ബീർ ബഹുട്ടി. അല്ലേ? മുലായം, മുലായം സോഫ്റ്റ്. ഗദ്ബദി ചിക്കന, മിനുസമുള്ളതാണ്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഘൂൻകി പ്യാരി പ്യാരി ബൂന്ദേ. അല്ലേ? ഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞു നടക്കുന്ന രക്തത്തിൻ്റെ ചുവന്ന തുള്ളികൾ. അല്ലേ? പ്യാരി പ്യാരി ബൂന്ദേ, പ്രിയപ്പെട്ട തുള്ളികൾ എന്നാണ് ബീർ ബഹുട്ടിയെ വിശേഷിപ്പിക്കുന്നത്. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലദ്ദേ ഹോത്തേ ഥേ. അല്ലേ? ബീർ ബഹുട്ടിയെ തിരയുന്ന സമയത്ത് ഇവരുടെ ബാഗുകൾ അവരുടെ പുറത്ത് ചുമന്നിട്ടുണ്ടായിരിക്കും. അല്ലേ? പീഠ് പുറമാണ്. കന്ധോ പർ ഡങ്കേ ഹോത്തേ ഥേ. കന്ധ ഷോൾഡർ, ഷോൾഡറിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരിക്കും. വേ ഏക് ദൂസരെ കെ ബഹുത് നസ്തീക് രഹക്കർ, ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സട്ട് ബീർ ബഹുട്ടിയാ ഖോജ്തേ ഥേ. ബീർ ബഹുട്ടിയെ തിരയുന്ന സമയത്തെ ഇവരെന്താണ്? ഏക് ദൂസരേക്ക് ബഹുത് നസ്തീക് രഹക്കർ, ഒരാൾ മറ്റൊരാളുടെ ഏറ്റവും അടുത്ത് നസ്തീക്ക് പാസ് രഹക്കർ, അടുത്തിരുന്നിട്ട് ബീർ ബഹുട്ടിയ ഖോജാ കർത്തേ ഥേ. ബീർ ബഹുട്ടിയെ അന്വേഷിക്കുമായിരുന്നു. आगे देखिए. बेला देखो, इस बीर बहुटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. तो साहिल ने इस प्रकार कहा, बेला देखो, इस बीर बहुटी का रंग तुम्हारे रिबन के जैसा लाल है. നോക്കൂ ബേലെ, ഈ ബീർ ബഹുട്ടിയുടെ നിറം എന്താണ്? നിന്റെ റിബൺ പോലെ ചുവപ്പാണ്. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ഹാം സുനാ, പഹലി ഘണ്ടി ലഗ് ഗയി. അപ്പോൾ ബേല പറയുകയാണ്, അത് എന്താണ്? പഹലി ഘണ്ടി, ഫസ്റ്റ് ബെല്ല് എന്താണ്? ലഗ് ഗയി, അടിച്ചു കഴിഞ്ഞു. ലേക്കിൻ മുझे പെൻ में സ്യാഹി भी भरवानी है दुकान से. അല്ല, എന്നാൽ എനിക്കെന്താണ്? പെന്നെ സ്യാഹി ബർവാന ഹെ, സ്യാഹി മഷി, പെന്നിൽ മഷി നരിക്കണം കടയിൽ നിന്ന്. 1981 का साल. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सोनी तंग गलियाँ, गलियों में खामोश खड़े बिजली के खंभे, खंभे के बीच खिंची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी गंडियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की घुरों की टापों की आवाज़ें. उनके पीछे चलता एक बदन उखाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिब. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. 1981 का साल. ഏതാണ് ഇയർ? 1981, 1981. 1981 കാര്യമാണ് ഇവിടെ പറയുന്നത്. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से भरा फुलेरा जंक्शन. അല്ല, രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത്, നസ്ദീക് പാസ്, ജയ്പൂരിനടുത്ത് സവാരി ഗാഡിയോ, സവാരി ഗാഡി യാത്രാ വണ്ടികൾ, അവർ മാൽ ഗാഡിയ ചരക്ക് വണ്ടികളും നിറഞ്ഞിരിക്കുന്ന ഫുലേര ജംഗ്ഷൻ, ഫുലേര ജംഗ്ഷനാണ് കാണുന്നത്. കസ്ബയ്ക്ക് ലഗ്ഭഗ് സോനി തങ്ക് ഗലിയ, ടൗണിലെ ഏകദേശം എല്ലാ വഴികളും, അല്ല, തങ്ക് എന്താണ്? ഇടുങ്ങിയ വഴികളാണ്. ഗലി സ്ട്രീറ്റ്. ഗലിയോമേ ഖാമോസ് ഖഡേ ബിജ്ലി കെ ഖംബേ, ഈ സ്ട്രീറ്റുകളിലെ, ഈ തെരുവുകളിലെ ഖാമോസ് എന്താണ്? നിശബ്ദ, സൈലൻ്റായി നിൽക്കുന്ന ബിജ്ലി കെ ഖംബേ, ബിജ്ലി കെ ഖംബേ ഇലക്ട്രിക് പോസ്റ്റുകൾ.
ഖമ്പോ കെ ബീച്ച് ഖിഞ്ചി താരും കി കത്താരെ. ഖമ്പോ കെ ബീച്ച്, ഈ പോസ്റ്റിനിടയിൽ ഖിഞ്ചി വലിച്ച് കെട്ടപ്പെട്ടിരിക്കുന്ന താരും കി കത്താരെ, കമ്പിയുടെ വലിയ നിരകൾ. ഇൻ ഗലിയോ മേ ജഹാം തഹാം ദിഖായി പെടുത്തെ മീട്ടി ഘണ്ടിയാം ബജാത്തെ ഫേരി വാലെ. ഈ സ്ട്രീറ്റുകളിലെ സാധാരണ കാണപ്പെടുന്നവരാണ് എന്താണ് ചെറിയ ചെറിയ സാധനങ്ങൾ കച്ചവടം നടത്തുന്ന ഫേരി വാലെ, കച്ചവടക്കാർ. एक अंधेरी सी गली में 6-7 गधों की गुरों की टापों की आवाज़ें. एक अंधेरी सी गली में, ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു സ്ട്രീറ്റിലെ 6-7 ഗധോं की गुरों की आवाज़ें, 6-7 ഗധ കഴുതയാണ്, കഴുതകളുടെ കുളമ്പടിയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ഉൻകെ പീछे ചലता एक बदन उखाड़े कुम्हार. അതിന് അവരുടെ പിന്നാലെ നടക്കുന്ന, അല്ലെ ഈ കഴുതകളുടെ പിന്നാലെ നടക്കുന്ന ഒരു ബദൻ ഉഖാഡെ കുംഹാർ. കുംഹാർ മൺപാത്ര നിർമ്മാണ തൊഴിലാളിയാണ്. അയാൾ എന്താണ്, ഷർട്ടൊന്നും ഇടാതെയാണ് നടക്കുന്നത്. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ ബേല और സാഹിൽ. അല്ലെ ഈ ഒരു ദൃശ്യത്തിന് ഇടയിലൂടെ നമ്മൾ കാണുകയാണ് രണ്ട് കുട്ടികൾ. ആരൊക്കെയാണ് അവർ? ബേലയും സാഹിലും. ഉൻ ദിനോ പെൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ഭരി ജാത്തി थी. ആ സമയത്ത് കടയിൽ നിന്ന് പേനയിലെ 5 പൈസയ്ക്ക് മഷി നിറക്കുമായിരുന്നു. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. സ്റ്റേഷനറി കടയിൽ നിന്ന് കടക്കാരൻ ഡ്രോപ്പർ കൊണ്ടാണ് പെന്നിൽ മഷി ഒഴിച്ചിരുന്നത്. आगे देखिए, पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिटक दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकान वाले से कहा, बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर चिटक दिया. साहिल ने क्या किया? उसके पेन में कुछ स्याही बची थी, उसे ज़मीन पर चिटक दिया. സാഹിൽ എന്താ ചെയ്തത്? അവൻ്റെ പെന്നിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു, അതെന്ത് ചെയ്തു? ഭൂമിയിലേക്ക് തൂവിക്കളഞ്ഞു. നൈ സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. പുതിയ മഷി നിറക്കാനായിട്ട് രണ്ടുപേരും കടയിൽ എത്തി. एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकानदार से कहा. അതായത് കടക്കാരനോട് സാഹിലിനേക്കാൾ മുമ്പേ തന്നെ ബേല എന്ന് പറഞ്ഞു, एक पेन में स्याही भरवाना है. ഒരു പേനയിലെ മഷി നിറക്കണം. बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. അല്ലെ ദുക്കാൻദാറിനെ ഉത്തർ ദിയ. അല്ലെ കടക്കാരൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. എന്താണ്? ബേട്ട സ്യാഹി കി ബോത്തൽ അബി അബി ഖാലി ഹോ ഗയി ഹെ. അല്ലേ പെന്നിൻ്റെ ആ ഒരു ബോട്ടിൽ ഇപ്പോഴാണ്, മഷിയുടെ ബോട്ടിൽ ഇപ്പോഴാണ് കാലിയായത്. ലേക്കിൻ ഇസ്നെ तो पेन में जो स्याही थी उसे भी ज़मीन पर चिटक दिया. बेला बोली. അല്ലേ അപ്പോൾ ബേല എന്താ പറഞ്ഞത്? इसके पेन में कुछ स्याही बची थी, इसे इसने अभी अभी ज़मीन पर चिटक दिया. ഇവൻ്റെ പെന്നിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു, ഇവൻ ഇപ്പോഴാണ് അതിനെ എന്ത് ചെയ്തത്? മണ്ണിലേക്ക് തൂവിക്കളഞ്ഞത്. बादल को देखकर खड़े को नहीं डुलाना चाहिए. दुकान वाले भैया ने कहा और पूछा, कौन सी कक्षा में पढ़ते हो? बादल को देखकर खड़े को नहीं डुलाना चाहिए. ബാദൽ എന്താണ്? മേഘം. അല്ലേ മേഘം കണ്ടിട്ട് ഘട പാത്രം, പാത്രത്തിലെ വെള്ളം എന്ത് ചെയ്യരുത്? ഒഴുക്കിക്കളയരുത്. അല്ലേ ബാദൽ കോ ദേഖക്കർ ഘടേ കോ നെഹി ഡുലാന ചാഹിയെ. അതായത് മഴക്കാറ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം മറിച്ച് കളയാൻ പാടില്ല. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ അവർ പൂച്ച കോൺസി കക്ഷാമേ പഠിത്തേ ഹോ. ഇങ്ങനെ പറഞ്ഞിട്ട് കടക്കാരൻ ചോദിച്ചു, കോൺസി കക്ഷാമേ പഠിത്തേ ഹോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं में. സാഹിലിനെ ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. അല്ല സാഹിലെ അങ്ങനെ ആണ് പറഞ്ഞത്. ഇങ്ങനെയാണ് പറഞ്ഞത്, 5वीं में पढ़ना एक पाप हो. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ പാപമാണെന്ന മട്ടിലാണ് സാഹിൽ മറുപടി പറയുന്നത് 5ാം ക്ലാസ്സിൽ നിന്ന്. दोनों दुकान वाले भैया ने कहा. അപ്പോൾ दुकानदार ने फिर से इस प्रकार पूछा. അല്ലേ വീണ്ടും കടക്കാരൻ ചോദിക്കുകയാണ്, दोनों രണ്ടുപേരും? हाँ दोनों, और हम दोनों का सेक्शन भी एक ही है, ए. बेला ने ऐसे घुस होकर बताया जैसे ये कोई बड़ी बात हो. हाँ दोनों, അല്ലേ അതെ രണ്ടുപേരും. और हम दोनों का सेक्शन भी एक ही है. ഞങ്ങളുടെ രണ്ടുപേരുടെ ഡിവിഷനും എന്താണ്? ഒന്ന് തന്നെയാണ്, എ. ബേലാനെ ഐസെ ഘുസ് ഹോക്കർ ബത്തായ. ബേല അത് വളരെ സന്തോഷത്തിലാണ് പറഞ്ഞത്. എങ്ങനെയാണ്? ജൈസെ യഹേ
कोई बहुत बड़ी बात हो. ഇത് വളരെ വലിയൊരു കാര്യമാണെന്ന മട്ടിലാണ് ബേല അത് പറഞ്ഞത്. क्लास में दोनों पास पास बैठते थे. कापी में काम करते तो दोनों कापी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमकुड़ी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमकुड़ी सन 57 में वह तलवार पुरानी थी पढ़ती थी. ക്ലാസ് में दोनों पास पास बैठते थे. ഈ കക്ഷ में അല്ലേ, ക്ലാസ്സിൽ രണ്ടുപേരും എന്താണ് പാസ് 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 അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കാപ്പി മേ കാം കർത്തേ തോ ദോനോ കാപ്പി മേ കാം കർത്തേ थे. കാപ്പി നോട്ട്ബുക്കാണ്. നോട്ട്ബുക്കിലാണ് എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരും എന്ത് ചെയ്യും, നോട്ട്ബുക്കിൽ എഴുതും. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. ഇനി പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ. പാഠവും എന്തായിരിക്കും, ഒരേ പാഠമായിരിക്കും വായിക്കുന്നത്. സാഹിൽ ചമക്കുടി सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी ऐसी पुस्तक ही पढ़ती थी. അല്ലേ, സാഹിലെ ഏത് പുസ്തകമാണ് വായിക്കുന്നത് അത് തന്നെയാണ് ആരും വായിക്കുക, ബേലയും വായിക്കുക. बेला कहती बहन जी पानी पीने चली जाओ. साहिल भी कहता बहन जी पानी पीने चला जाओ. ബേല വെള്ളം കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞാൽ സാഹിൽ എന്തായിരിക്കും പറയുക, അത് തന്നെയായിരിക്കും പറയുക. गणित के माट साहब सुंदर जी का पीरियड खेल खंडी के बाद आता था. बच्चे उनसे कांपते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. ഗണിത് കെ മാട്ട് സാബ് അധ്യാപകനാണ് അല്ലെ. ഗണിത് മാത്സ് അധ്യാപകനായ സുന്ദർജി, അദ്ദേഹത്തിൻ്റെ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആത്താ ഥ. കളിയുടെ പീരീഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പീരീഡ് വരുന്നത്. ബച്ചെ ഉൻസെ കാംപ്തെ ഥേ അല്ലെ, കുട്ടികൾക്ക് അയാളെ കാണുന്നത് എന്താണ്, വിറക്കും. और खेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അതുകൊണ്ട് തന്നെ ഖേൽ ഘണ്ടി ബജ്നേക്ക് 2 മിനിറ്റ് പൂർവ്, അതായത് കളിയുടെ ബെല്ല് അടിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ എന്ത് ചെയ്യും, അപ്നി അപ്നി ജഗഹോം പർ ആക്കർ ബൈഠ് ജാത്തെ ഥേ. അവരവരുടെ സ്ഥലത്ത് വന്ന് ഇരിക്കുമായിരുന്നു. सुंदरजी माट साहब इसी पीरियड में कापी जांचते थे. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या झपट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. सुंदरजी माट साहब इसी पीरियड में कापी जांचते थे. അപ്പോൾ സുന്ദർജി മാസ്റ്റർ ഈ പീരീഡിൽ എന്താ ചെയ്തിരുന്നത്, കാപ്പി ജാഞ്ചത്തെ ഥേ. എല്ലാവരുടെയും നോട്ട് ബുക്ക് പരിശോധിക്കുകയായിരുന്നു. ജറാസി ഗൽത്തി പർ ബച്ചോ കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ ഥേ. ഇനി അല്പമെങ്കിലും തെറ്റ് പറ്റിയാൽ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേങ്കിന് എന്താണ് വലിച്ചെറിയുമായിരുന്നു. അത്രയും ദേഷ്യമായിരുന്നു സാറിന്. യാ ഛപ്പട്ട് മാറിനെ ലഗ്തേ ഥേ. ഛപ്പട്ട് മാറിന് എന്താണ്, അടിക്കുക, ശക്തമായിട്ട് അടിക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്കന ഭൂൽ ജാത്താ ഥാ. അദ്ദേഹത്തിൻ്റെ കൈ വീശി തുടങ്ങിയ പിന്നെ എന്താണ്, നിർത്താൻ പ്രയാസമായിരുന്നു. एक दिन सुंदरजी माट साहब ने बेला के बालों को पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वो खड़े खड़े अभी गिर जाएगी. सुंदरजी माट साहब ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. एक दिन की बात है. एक दिन सुंदरजी माट साहब ने बेला के बालों में पंचा फंसाया. ഇനി ഇവിടെ ഒരു ദിവസം നടന്ന കാര്യമാണ് പറയുന്നത്. ഒരു ദിവസം സുന്ദർജി മാഷ് എന്താ ചെയ്തത്, ബേലയുടെ ബാൽ എന്താണ്, മുടിയിൽ പിടുത്തമിട്ടു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. എന്നാൽ ഏതൊരു തെറ്റ് കണ്ടിട്ടാണ് അദ്ദേഹം ബേലയുടെ മുടി പിടിച്ചത്, അതെന്തായിരുന്നില്ല, തെറ്റ് ആയിരുന്നില്ല. ഉन्होंने बेला को छोड़ दिया. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ബേലയെ വിട്ടു. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ബേലയുടെ ഭയപ്പെട്ട മുഖം കണ്ടിട്ട് സാഹിൽ നല്ലതുപോലെ പേടിച്ചിരുന്നു. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं. അവൻ കണ്ടു ബേലയുടെ പാവ് എന്താണ്, ലഗ് അല്ല, അവളുടെ കാലുകൾ ഇപ്പോഴും എന്താണ്, കാമ്പിന വിറക്കുന്നുണ്ടായിരുന്നു. കാമ്പ് രഹേ ഹേ ജൈസെ വോ ഖടേ ഖടേ അഭി ഗിർ ജായേഗി. ഉസേ ऐसा लगता है अभी अभी वो गिर जाएगी. സാഹിലിന് തോന്നി അവൾ ഇപ്പോൾ എന്തായി പോകും, വീണു പോകുമെന്ന്. सुंदरजी माट साहब ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. സുന്ദർജി മാസ്റ്ററെ എന്ത് ചെയ്തു,
അവളുടെ പുസ്തകം അവൾ ഇരിക്കുന്നിടത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു അല്ലേ, ബൈറ്റ് അപ്നി ജഗഹ് पर, പോയി നിൻ്റെ സ്ഥലത്തിരിക്കുക. समझा? आगे देखिए. बेला का मन बहुत खराब हो गया. मार्ट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उसे नज़र नहीं मिल पाई. बेला का मन बहुत खराब हो गया. ബേലയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായി. മാട്ട് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. അല്ലേ, മാഷ്ക്ക് വേണമെങ്കിൽ എന്നെ എന്ത് ചെയ്യായിരുന്നു, അടിക്കാമായിരുന്നു. മഗർ എന്നാൽ എന്താണ്, സാഹിൽ കെ സാമനെ നഹി. അത് ആരുടെ മുന്നിൽ വെച്ചാവരുത്, സാഹിലിൻ്റെ മുന്നിൽ വെച്ച് ആവരുത്. വോ സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി ഥി. അവൾ സാഹിലിൻ്റെ മുമ്പിൽ ഖുദ് എന്താണ്, സ്വയം എന്താണ്, അവൾക്ക് ലജ്ജയായിട്ട് തോന്നി. क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. കാരണം അവൾക്കറിയാമായിരുന്നു അവൾ സാഹിലിൻ്റെ കണ്ണിൽ വളരെ നല്ല കുട്ടിയായിരുന്നു. ജബ് वो उसके पास आकर बैठी उसे नज़र नहीं मिला पाई. അതുകൊണ്ട് തന്നെ അവൾ തിരിച്ച് അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോഴേ അവനെ എന്താണ്, उसके नज़र देखने के लिए वो शर्मिंदा लगती है. അല്ലേ, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് മടി തോന്നി. आज इतना ही बस. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്നായിട്ട് വായിക്കുക. പാഠഭാഗത്ത് വരുന്ന ടഫായിട്ടുള്ള വേർഡ് അല്ലെ, ടഫായിട്ടുള്ള വാക്കുകൾ എന്ത് ചെയ്യുക, അതിൻ്റെ അർത്ഥം പുസ്തകത്തിൽ എഴുതി വെക്കുക. ഇന്നത്തെ എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ധന്യവാദം.